ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതാണ് റിപ്പോർട്ട്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇറാൻ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രയേൽ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകിയെന്ന പുതിയ വിവരങ്ങൾ വരുന്നു. ദിവിഷ് മണി ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങളുമായി. ദിവിഷ്, വീണ്ടും സംഘർഷം, ആ ചോദ്യം ഉയരുന്നു. എന്താണ് പുതിയ റിപ്പോർട്ടുകൾ? ഇരു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ പ്രതികരണമുണ്ടോ? രതീഷ്, സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾ തമ്മിൽ സീസ് ഫയറിലേക്ക് പോകുന്നു വന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ അത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് തങ്ങൾ ഇതാ സീസ് ഫയറിലേക്ക് പോകുന്നുവെന്ന് ഇറാനും ഇസ്രയേലും വ്യക്തമാക്കിയത്. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ 7 മിനിറ്റ് മുമ്പാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സസ് ഇൻ ലൈറ്റ് ഓഫ് ദ സിവിയർ വയലേഷൻ ഓഫ് ദ സീസ് ഫയർ ക്യാരിഡ് ഔട്ട് ബൈ ഇറാനിയൻ റെജീം വി വിൽ റെസ്പോണ്ട് വിത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ കരാറിനെ, അതായത് കരാർ നിലവിൽ വന്നു എന്നർത്ഥം, ആ കരാറിനെ ഇറാൻ ലംഘിച്ചിരിക്കുന്നു, അതിനനുസരിച്ചുള്ള തിരിച്ചടി തങ്ങൾ നൽകും എന്ന നിലയിൽ ഇസ്രയേലിന്റെ പ്രതികരണമായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല. കാരണം അത്രയേറെ വലിയ പ്രതിസന്ധികളെ മറികടന്നാണ് ഈ സംഘർഷം ലഘൂകരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് പോകാൻ കഴിഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അടക്കം ഈ ഒരു ചർച്ചയിലേക്ക്, ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നതിനുള്ള വഴിതെളിക്കലായിരുന്നു എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. പക്ഷേ സ്വാഭാവികമാണ്, വെടിനിർത്തൽ നിലവിൽ വന്ന് കുറച്ച് മണിക്കൂറുകൾ ശേഷവും കുറച്ച് മണിക്കൂറുകൾ സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് ഇസ്രയേൽ ആക്രമിക്കുന്ന പോലെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കുന്ന പോലെ തിരിച്ച് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളുണ്ടാകാം. അത് കുറച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം മാത്രമായിരിക്കും ഇതെന്നാണ് നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുക. കാരണം കൂടുതൽ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഇരു രാജ്യങ്ങളും താല്പര്യപ്പെടുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാൻ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ ഉറപ്പിക്കാമോ? ഇപ്പോൾ സീസ് ഫയർ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും ചില പ്രകോപനങ്ങൾ ഉണ്ടാവുക, അത് സാധാരണ നിലയിൽ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഇനി പ്രകോപനത്തിന് സാധ്യത കുറവാണ് എന്നതാണോ ദിവിഷ്? സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ഓരോ രാജ്യങ്ങളും എടുക്കുന്ന നിലപാടാണ്. പെട്ടെന്ന് ഇത്രയും ഇസ്രയേൽ പറഞ്ഞ കാര്യങ്ങൾ, ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം പെട്ടെന്നൊരു ഘട്ടത്തിൽ നിർത്തി സീസ് ഫയറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തലിനോട് അടുപ്പിച്ചുള്ള മണിക്കൂറുകളിൽ സംഘർഷം കലുഷിതമാകുന്ന നിലയിലുണ്ടാവുക. അത് പതുക്കെ തണുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇതിൽ ഈ കേസിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ കക്ഷികളായിട്ടുള്ള 3 പേരും, അത് ഇറാനാകട്ടെ, ഇസ്രയേലാകട്ടെ, അമേരിക്ക ആകട്ടെ, ഈ 3 പേർക്കും തങ്ങളുടെ വാദം ശരിയായി അല്ലെങ്കിൽ തങ്ങളുടെ മുന്നേറ്റം ശരിയായി എന്ന് വാദിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഒരു വെടിനിർത്തലിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അമേരിക്ക എടുക്കാം. അമേരിക്ക പറയുന്നത് ഞങ്ങളിതാ ആണവായുധ ഭീഷണി, ഇറാന്റെ ആണവായുധ ഭീഷണി തകർത്തിരിക്കുന്നു, ഇറാൻ സമാധാനത്തിന് തയ്യാറാണെങ്കിൽ മറ്റൊരു ആക്രമണങ്ങളിലേക്ക് അമേരിക്ക പോകില്ല എന്നാണ്. അതായത് B2 സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളോട് അമേരിക്ക അവിടെ നിർത്തുന്നു, തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി, ഇനി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകുന്നില്ല. ഇസ്രയേൽ ആകട്ടെ ഇറാന്റെ ആണവായുധ ശേഷിയെ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു, ഇറാന് മേലുള്ള ഒരു എയർ സുപ്പീരിയോറിറ്റി സ്ഥാപിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വലിയ അവകാശവാദമായി ഇസ്രയേലിനും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയും. ഇറാനാകട്ടെ തങ്ങൾക്കെതിരെ വന്ന ആക്രമണങ്ങളെ അതേ രീതിയിൽ ചെറുത്തു, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക ബേസിന് എതിരെ വരെ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ 1 സൈനിക ശക്തിയായ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് വരെ ആക്രമണം നടത്താൻ, തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അതിൽ തന്നെ പറയുന്ന ഖത്തറിനെതിരായ ആക്രമണം, അതിൽ ചെറിയ ധാരണകൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടാകാമെന്ന ധാരണ. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഫോർദോയിൽ നിന്ന് 400 കിലോ യുറേനിയം മാറ്റിയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ അന്തർധാരകൾ പലതുമുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ലോകത്തെ സംബന്ധിച്ച് എത്രയും വേഗം ഈ കലുഷിതമായ സാഹചര്യം അടങ്ങുക, മറ്റു രാജ്യങ്ങളുടെ അടക്കം സാമ്പത്തിക സ്ഥിതിയെ സമാധാനം അത് വളരെ പ്രധാനമാണ്. ലോക സാമ്പത്തിക വിനിമയത്തിൽ, സാമ്പത്തിക ക്രമത്തിൽ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല സമാധാനം അത് ലോകം ആഗ്രഹിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, സാഹചര്യം ഒരുങ്ങുന്നു എന്ന് വേണം. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയതായാലും ഇറാൻ കരാർ ലംഘിച്ചു എന്ന ആരോപണം ഇസ്രയേൽ നൽകുന്നു. ഇസ്രയേൽ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകിയെന്ന ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ദിവിഷ് മണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ ഈ വിവരങ്ങൾ നൽകിയത്.